ഞാനിങ്ങനെ ഒരു വീട് വെക്കുന്ന പ്ലാനിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഇന്ത്യയിലെ വർക്കിനെ പറ്റി ആലോചിച്ചു. ഞാൻ കുറേ നെറ്റിലേക്ക് അന്വേഷിച്ചു, യൂട്യൂബിലൊക്കെ നോക്കി. അങ്ങനെയാണ് നമ്മുടെ ഈ ഓസോ കണ്ടതും. പിന്നെ അങ്ങനെ പരിചയപ്പെട്ടു, വിളിച്ചു, കുഴപ്പം കൊട്ടേഷൻ തന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ആ സാമ്പത്തിക സ്ഥിതിയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്നു, അവർ കണ്ടു, പിന്നെ ഒരു 3D ഒക്കെ എടുത്ത് തന്നു. പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ച് ക്ലിയറാക്കി അവർ വർക്ക് തുടങ്ങി. ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് നമ്മളിങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ അവരിങ്ങനെ ആഡ് ചെയ്തു വരുന്നു. അപ്പോൾ നമ്മുടെ ഓരോരോ ഭാഗങ്ങൾ ചെയ്യുന്നത് കാണിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വർക്ക് പറഞ്ഞ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്തു തന്നു. ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന ആൾക്കാരെല്ലാം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ ചെയ്യുന്നതിനെക്കുറിച്ച് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിച്ചണിൽ ഇത്രയും വിപുലമായിട്ടൊന്നും ചെയ്യണമെന്ന് താല്പര്യം തോന്നിയില്ല. പക്ഷേ ഇതുപോലെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കണ്ടു ഓസോ ഇൻറ്റീരിയറിനെ കുറിച്ച്. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവർ 3D ആക്കി തന്നു. 3D ആക്കി തന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി, നല്ലതായിട്ട് ചെയ്യണം, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ തോന്നി. അങ്ങനെ താല്പര്യം തോന്നിയാണ് കിച്ചണിൽ ഇത്രയും ഇൻറ്റീരിയർ ചെയ്യണമെന്നൊക്കെ താല്പര്യമായത്. പക്ഷെ അത് ചെയ്തു തന്നു 3Dയിലുള്ളതുപോലെ തന്നെ എല്ലാം ചെയ്തു തന്നു. അതിന് ഓസോയ്ക്ക് താങ്ക്സ്. ഞങ്ങളങ്ങനെ ഒരു ഊഞ്ഞാലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്കൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ഇതുപോലെ സെറ്റപ്പാക്കി ക്ലിയറാക്കി തന്നു. പിന്നെ ഒരു ഇസ്തിരി ഇടുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെയാണ് അവിടെ ഒരു ഇസ്തിരിയുടെ ഒരു ഡ്രോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു TV സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞു മുകളിലേക്ക്. അതിൻ്റെ ഒരു TV സ്റ്റാൻഡ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് വരുന്ന രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ 2 മക്കൾക്ക് 2 റൂമിലേക്കുള്ള പഠിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം സെറ്റപ്പാക്കി ചെയ്യാൻ പറഞ്ഞു. അതും നമ്മുടെ സാമ്പത്തികത വെക്കുന്നത് പോലെ ക്ലിയർ ചെയ്യുന്ന പോലെ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും വളരെ നന്ദി. ഒത്തിരി ആൾക്കാർ നമ്മൾ ചോദിച്ചു ഇത് ആരാ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്പരും കൊടുത്തിട്ടുണ്ട്. ഇത് കമ്പനി ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് നാട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കും വീടിൻ്റെ വർക്കും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇവരുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണങ്ങളും നമുക്കുണ്ടായിരുന്നു. ടൈല് സെലക്ട് ചെയ്യുന്നതിലായാലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനൊന്നും ഇതിനകത്തോട്ട് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല. എല്ലാ വർക്കും അവർ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഹായ്, അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബെഡ്റൂം വേണമെന്നുള്ളൊരു പ്ലാനേ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്ര ഇൻറ്റീരിയറായിട്ട് ആദ്യമായിട്ട് ഒരു ബെഡ്റൂം വേണമെന്നൊരു പ്ലാനേ ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഇവർ 3D ഇട്ടപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ നിർബന്ധം പിടിച്ച് കരഞ്ഞ് അത് തന്നെ വേണം. അവരാദ്യം പറഞ്ഞു ഇത് ഇത്ര പറ്റത്തില്ല, ഭയങ്കര പൈസയായിരിക്കും, നമുക്ക് മാറ്റണം, ഇത്രയൊന്നും വേണ്ട, ഒരു ബെഡ്റൂം ഇത്രയും വേണം, ഹാളിലും പിന്നെ നമുക്ക് ഡൈനിങ്ങും ഒക്കെ മതി ഇൻറ്റീരിയർ, ഹാളിൻ്റെ ആവശ്യമുള്ളൂ, ഇനി അതിനകത്ത് ബെഡ്റൂമിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ ഇൻറ്റീരിയർ. അപ്പം ഞങ്ങളവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്നതായിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഈ റൂമിൽ ഇങ്ങനെ സെറ്റപ്പാക്കി എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അവർക്കും ഇതുപോലെ റൂം വേണമെന്ന് അന്ന് തൊട്ടേ എനിക്ക് പറച്ചിലായിരുന്നു, ഇങ്ങനെ വേണം, എനിക്കും അങ്ങനെ വേണം. അത് തന്നെ ഞങ്ങളും പറഞ്ഞ് ഇതുപോലെ സെറ്റപ്പാക്കും ഒക്കെ പറഞ്ഞാൽ പോയത്. ഹായ്, എൻ്റെ പേര് സിദ്ധാർത്ഥ്. എന്താണ് എൻ്റെ റൂം, എനിക്കിഷ്ടപ്പെട്ട റൂം. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല എനിക്കിതൊരു റൂം കിട്ടുമെന്ന്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇൻറ്റീരിയറും കാര്യങ്ങളും. എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് പറഞ്ഞ് ഇത് നല്ലൊരു അടിപൊളി റൂമാണ്. അതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട ഈ റൂം. എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് ഈ പണി തുടങ്ങിയപ്പോൾ തന്നെ. അത് പറഞ്ഞ സമയത്തെല്ലാം പണി എനിക്കിഷ്ടപ്പെട്ട രീതിയിലെല്ലാം പണിത് തന്ന്